Hi friends, നമ്മൾ ഇന്ന് ചക്കപ്പഴം വെച്ചുള്ള റെസിപ്പീസ് ആണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചക്കപ്പഴത്തിന്റെ ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പമാണ്. ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് റൈസ് കുതിർത്തതും അതിലോട്ട് അത് മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചക്കപ്പഴവും റൈസും ഇട്ട് കൊടുത്തു. അതിലോട്ട് ഞാൻ 2 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് സോഫ്റ്റ്നെസ് തരുവേ. പിന്നെ ഉരുക്കിയ ശർക്കര അത് ഞാൻ ചെറു ചൂടോടാണ് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ ശർക്കര ഉരുക്കിയ കുറച്ച് വെള്ളത്തിലാണ് ഉരുക്കിയത്, അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഏലക്ക പൗഡർ ഇട്ട് കൊടുത്തു. ഒരു പിഞ്ച് സോഡ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല മിക്സിയിൽ ഒരു ഇച്ചിരി തരി ഇരിക്കണ മാതിരി അരച്ചെടുക്കുക. പിന്നെ കുറച്ച് എള്ളും കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക. പിന്നെ കോക്കനട്ട് ഞാൻ ഗീയിൽ ഫ്രൈ ചെയ്തതാണ്, അതും ഓപ്ഷനിലാണ്. ചിലർക്ക് ഇഷ്ടമില്ലാത്തവർ കാണും, ഇഷ്ടമുള്ളവർ ഇടുക. പിന്നെ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് എണ്ണ ചൂടാകുമ്പോൾ നല്ല എണ്ണ ചൂടായിരിക്കണം. ഉണ്ണിയപ്പം മാവ് ഒഴിക്കുമ്പം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആവുന്നു. അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നോക്കിക്കേ, നമ്മുടെ ഉണ്ണിയപ്പം നോക്കിക്കേ, ഒന്നും പൊട്ടുക ഒന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് വരും. നല്ല മണവുമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുവേ. ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നോക്കി, നമ്മുടെ ഉണ്ണിയപ്പം റെഡി. ഇനിയിപ്പോൾ ഞാനൊരു അടയാണ് ഉണ്ടാക്കുന്നത്, അതും ഗോതമ്പ് പൊടി വെച്ച് പെട്ടെന്നൊരട. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും തേങ്ങയും ചക്കപ്പഴം അരച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഏലക്ക പൗഡർ, ഞാൻ വെള്ളം ഉരുക്കിയത് തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമില്ല, കാരണം ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ വെള്ളം ഉരുക്കിയ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നല്ലോണം ഈ പരുവത്തിൽ കുഴച്ചെടുക്കാം. നാട്ടിലുള്ളവരാണെങ്കിൽ പിന്നെ വഴനയിലയിൽ ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ, കുമ്പളപ്പം എന്നൊക്കെയല്ലേ പറയുക. അപ്പോൾ അതിലുണ്ടാക്കിക്കൊള്ളൂ, നല്ല മണമായിരിക്കും. എനിക്കിവിടെ വാഴയിലയാണ് കിട്ടിയത്, അതിൽ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് അരിപ്പൊടിയിലാണ് നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഗോതമ്പ് പൊടിയിൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കുക. ആവിയിൽ വേവിച്ചെടുക്കാം നമുക്കിത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കി, നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തത് ഞാനൊരു ചക്കപ്പൊരിയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത്തപ്പഴമൊക്കെ പൊരിക്കത്തില്ല, അതേപോലെ തന്നെ ഞാനൊരു കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ ഷുഗറും പിന്നെ കുറച്ച് ഏലക്ക പൗഡറും, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ എള്ള് ഓപ്ഷനിലാണ്. ഇതെല്ലാം കൂടി നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. ഒത്തിരി വെള്ളമാവരുത്, അത് കോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി ഈ മാവിലോട്ട് ചക്കപ്പഴം ഇട്ട് പൊരിച്ചെടുക്കുക. നല്ലൊരു അടിപൊളി ഒരു സ്നാക്കാണ്, 4 മണിക്ക് കഴിക്കാൻ പറ്റിയ. ഇപ്പം നോക്കിയാൽ നമ്മുടെ ചക്കപ്പൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത് ഞാനൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗർ, പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ പാല് തണുപ്പിച്ചെടുത്താണ്, ഞാൻ ഐസായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് അരച്ചിട്ട് പിന്നെ അടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പം നോക്കി, നമ്മുടെ എല്ലാ റെസിപ്പീസും റെഡി ആയിട്ടുണ്ട്. ജ്യൂസ്, ഉണ്ണിയപ്പം, അട, ചക്കപ്പൊരി എല്ലാം റെഡി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.